നമ്മളൊരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ ഒരു നാടിൻ്റെ സ്വാതന്ത്ര്യവും ഒക്കെ പിടിച്ചു വാങ്ങിയത് വളരെ അഭിമാനപൂർവ്വവും ആവേശപൂർവ്വവുമാണ്. അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയൊക്കെ ഇപ്പോൾ മാഞ്ഞു പോയി കഴിഞ്ഞ് പുതിയ ട്രെൻഡിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ബ്രിട്ടീഷുകാരെ പലരും ദിവ്യവൽക്കരിക്കുന്നു. അവർ ചെയ്ത സംഭാവനകളെന്ന പേരിൽ ചരിത്ര പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരുന്നതെല്ലാം നമ്മൾ വായിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു, നമുക്ക് റെയിൽപ്പാളം ഇട്ട് തന്നു, നമുക്ക് കക്കൂസ് ഉണ്ടാക്കി തന്നു. ഇതൊരു വശത്ത് നടക്കുന്നു. മറുവശത്തിപ്പോൾ രാജകുടുംബത്തോട് അമിതമായ ഭക്തിയോടെ കുറേ ആളുകൾ അവരെ കൊണ്ടുവന്ന് ആദരിക്കുന്നു. ആ കുടുംബം ചെയ്ത ഗുണഗണങ്ങൾ എണ്ണി പറയുന്നു. നമുക്കാർക്കും തിരിച്ചു പറയാനൊക്കില്ല, കാരണം അത് രാജകുടുംബത്തെ അപമാനിക്കലാവും. പക്ഷേ ചരിത്ര സത്യങ്ങൾ വിളിച്ചു പറയാൻ താല്പര്യമുള്ള കുറേ മനുഷ്യരുണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. റജി ശങ്കർ കോട്ടയം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം വളരെ മനോഹരമായി ഈ രാജകുടുംബ കാലഘട്ടത്തിൻ്റെ കരംപിരിവും അതടക്കമുള്ള അന്നത്തെ കാലത്തെ ചരിത്രങ്ങൾ മുഴുവൻ ഒന്ന് എഴുതി വച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഓർമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ് ഇത് ഓർക്കുന്നതും കേൾക്കുന്നതുമെല്ലാം. നല്ല കുറച്ച് കമൻറ്റുകളും അതിൻ്റെ മറുപടിയുമുണ്ട്. ഈ സാമൂഹ്യ മാധ്യമത്തിൽ വളരെ ക്രിയാത്മകമായി ചർച്ച നടന്ന ഒരു പോസ്റ്റും അതിൻ്റെ കമൻറ്റുകളും മൊഴിയുമൊക്കെയാണെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. വളരെ ഭംഗിയായി എഴുതി വച്ചിട്ടുണ്ട്. കേൾക്കണം കേട്ടോ. പഴയ തിരുവിതാംകൂറിലെ ശിക്ഷാവിധികളും കരംപിരിവും. കുറച്ചുകാലമായി തിരുവിതാംകൂറിലെ രാജാവിനെ തിരുവനന്തപുരത്തുള്ള ചില നായന്മാർ പൊക്കിപ്പിടിച്ച് നടക്കുകയാണ്. ഇതുവരെ ഇല്ലാതിരുന്ന മീഡിയ ശ്രദ്ധയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജവംശത്തിൻ്റെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ജനാധിപത്യം എന്നത് അവരെ സംബന്ധിച്ച് അപരിചിതമായ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത മേഖലയാണെന്നുള്ളതാണ്. സാമൂഹ്യ വിരുദ്ധരായ ആ രാജവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രക്തം ചിന്തിയ ആയിരക്കണക്കിന് മനുഷ്യരും അവരുടെ ജീവത്യാഗത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും മുകളിലേക്കാണ് ഈ നായന്മാർ മാലിന്യം വലിച്ചിടുന്നത്. കേരള ചരിത്രത്തിൻ്റെ താളുകളിൽ ധർമ്മരാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട തിരുവിതാംകൂറിന് ഇരുളടഞ്ഞ മറുപുറം കൂടിയുണ്ടായിരുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും പിന്നിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ മണ്ണിൽ ജീവിച്ചു തീർത്ത ഒരു ജനതയുടെ കണ്ണീരിൻ്റെയും ചോരയുടെയും വലിയൊരു വിലയുണ്ട്. എഴുതപ്പെട്ട നിയമസംഹിതകളോ ഭരണഘടനയോ ഇല്ലാതിരുന്ന 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുമുള്ള തിരുവിതാംകൂറിലെ നീതിന്യായ വ്യവസ്ഥയും കരംപിരിവും കേവലം ഭരണപരമായ ആവശ്യങ്ങളായിരുന്നില്ല, മറിച്ച് ജാതീയമായ അടിച്ചമർത്തലുകളെ നിയമവിധേയമാക്കാനുള്ള ആയുധങ്ങളായിരുന്നു. മനുഷ്യാവകാശങ്ങൾ ജാതിയുടെ അളവുകോലാൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രൂരത നാട്ടുനടപ്പായിരുന്ന ആ പഴയ തിരുവിതാംകൂറിലേക്ക് ഒരു ചരിത്രാന്വേഷണം നടത്തി നോക്കുന്നത് നല്ലതാണ്. അക്കാലത്തെ ശിക്ഷാവിധികൾ വിചിത്രവും മനുഷ്യത്വരഹിതവുമായ ആചാരങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിരുന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല, പകരം ദൈവികമായ ദിവ്യ പരീക്ഷണങ്ങളിലൂടെയായിരുന്നു. ചരിത്രത്തിൽ ഏറ്റവും കുപ്രസിദ്ധമായ ഒന്നായിരുന്നു തിരുവിതാംകൂറിലെ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന കൈമുക്ക് പരീക്ഷണം. ബ്രാഹ്മണ സ്ത്രീകളുടെ ചാരിത്രശുദ്ധി പരിശോധിക്കാനും അഥവാ സ്മാർത്ത വിചാരം, സാധന വിചാരം, ഗുരുതരമായ മറ്റു കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും ഈ രീതി ഉപയോഗിച്ചു. തിളച്ചുമറയുന്ന നെയ്യിലേക്ക് പ്രതിയുടെ കൈ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദിവസങ്ങൾക്ക് ശേഷം കൈ പൊള്ളിയതായി കണ്ടാൽ അയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും ജാതിഭ്രഷ്ട് കൽപ്പിച്ച് നാടുകടത്തുകയും ചെയ്യും. ശിക്ഷ നടപ്പാക്കുന്നതിലും ജാതി കൃത്യമായ അതിർവരമ്പുകൾ തീർത്തിരുന്നു. ബ്രാഹ്മണർ എത്ര വലിയ കുറ്റം ചെയ്താലും അവർക്ക് വധശിക്ഷ നൽകിയിരുന്നില്ല. പകരം ചിത്രവധം എന്ന പേരിൽ തലമുണ്ഡനം ചെയ്ത് നെറ്റിയിൽ അടയാളം കുത്തി നാടുകടത്തുകയായിരുന്നു പതിവ്. എന്നാൽ താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് കാത്തിരുന്നത് അതിക്രൂരമായ ശിക്ഷകളായിരുന്നു. മോഷണമോ ജാതി വിലക്കുകൾ ലംഘിക്കലോ നടത്തിയാൽ വിരലുകളോ കൈകാലുകളോ അറുത്തുമാറ്റി പൊതുവഴിയിൽ തള്ളുമായിരുന്നു. ആനയെക്കൊണ്ട് ചവിട്ടിക്കൽ. കൊടുംകുറ്റങ്ങൾ ചുമത്തപ്പെടുന്ന ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളെ ആനയെക്കൊണ്ട് ചവിട്ടിക്കൊല്ലുക എന്നതായിരുന്നു പരസ്യമായ വധശിക്ഷാരീതി. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും പൊതുമധ്യത്തിൽ ചാട്ടവാറടി നൽകി ചോരയൊലിപ്പിച്ചു നിർത്തുന്നത് നാട്ടുനിയമമായിരുന്നു. പഴയ തിരുവിതാംകൂറിലെ നികുതി വ്യവസ്ഥ കേവലം സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയുള്ളതായിരുന്നില്ല. പിന്നാക്ക ജനവിഭാഗങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും നട്ടെല്ലൊടിക്കുക എന്നതായിരുന്നു അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. 110-ലധികം വൈവിധ്യമാർന്ന നികുതികളാണ് സാധാരണക്കാരൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത്.
പിന്നാക്കജാതിയിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി മാറിടത്തിൻ്റെ വലിപ്പമനുസരിച്ച് നൽകേണ്ടി വന്ന നാണം കെട്ട കരം. സാധാരണക്കാരൻ ജീവിച്ചിരിക്കുന്നതിന് അവൻ്റെ തല എണ്ണിയുള്ള നികുതി തലക്കരം. പൗരുഷത്തിൻ്റെ പ്രതീകമായി മീശ വയ്ക്കണമെങ്കിൽ സർക്കാരിലേക്ക് കരമൊടുക്കണമായിരുന്നു. കുപ്പക്കാഴ്, സ്വന്തമായി മണ്ണില്ലാത്ത മനുഷ്യർ കെട്ടിയുയർത്തുന്ന പുരയിടങ്ങൾക്കും കുടിലുകൾക്കും ചുമത്തിയ നികുതി. വാൽക്കരം, മുടിക്കരം, സ്ത്രീകൾ മുടി മുകളിലേക്ക് കെട്ടിവയ്ക്കുന്നതിനും കാലുകൾ കാണിക്കുന്നതിനും വരെ നികുതിയുണ്ടായിരുന്നു. ഉപകരണ നികുതികൾ. ഈഴവർ തെങ്ങിൽ ചെത്താൻ ഉപയോഗിച്ചിരുന്ന കത്തിക്കും ചട്ടിക്കും അഥവാ കത്തിപ്പട്ടം, ചട്ടിപ്പട്ടം, അതിനും നികുതിയുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വലയ്ക്കും നികുതി ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ പുലയരും പറയരുമൊക്കെ കാർഷിക വേല ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾക്കും നികുതിയുണ്ടായിരുന്നു. ഇവയ്ക്ക് പുറമെയാണ് അടിയറ നികുതി അഥവാ പുരുഷാർത്ഥം. കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ 25 മുതൽ 40% വരെ സർക്കാരിലേക്ക് ഒടുക്കണം. ഇത് നൽകാൻ കഴിയാത്തവരുടെ ഭൂമി ജന്മിമാരും ഉദ്യോഗസ്ഥരും കണ്ടുകെട്ടിയിരുന്നു. ഊഴിയം വേലയും വട്ടം വരയ്ക്കലും. നികുതി കൊടുക്കാത്തവർക്കിത് നരകം തന്നെയായിരുന്നു. പണം മാത്രമായിരുന്നില്ല കരം. സാധാരണ മനുഷ്യരുടെ അധ്വാനത്തെയും തിരുവിതാംകൂറിലെ നാടുവാഴിത്തം ചൂഷണം ചെയ്തു. യാതൊരു പ്രതിഫലവുമില്ലാതെ രാജകൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും സർക്കാർ ഓഫീസുകളിലും പണിയെടുക്കാൻ ദളിതർ ബാധ്യസ്ഥരായിരുന്നു. ഇതിനെ ഊഴിയം വേല എന്ന് വിളിച്ചു. കൊടുങ്കാട്ടിൽ ആനക്കുഴികൾക്ക് കാവൽ നിൽക്കുക, വിറക് ചുമക്കുക, വലിയ ഭാരങ്ങൾ കിലോമീറ്ററുകളോളം ചുമലിലേറ്റുക എന്നിവയെല്ലാം ഈ നിർബന്ധിത സേവനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇനി ഏതെങ്കിലും സാധാരണക്കാരൻ കരമൊടുക്കാൻ വൈകിയാലോ? അവരെ കാത്തിരുന്നത് സങ്കല്പത്തിനപ്പുറമുള്ള പീഡനമുറകളായിരുന്നു. വട്ടം വരയ്ക്കലും കല്ലുവയ്ക്കലും. നികുതി കുടിശ്ശിക വരുത്തുന്നയാളെ ഉച്ചവെയിലത്ത് നിർത്തി അയാൾക്ക് ചുറ്റും നിലത്തൊരു വട്ടം വരയ്ക്കും. ആ വട്ടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അയാൾക്ക് അനുവാദമില്ല. അതിനു പുറമെ തലയിലോ മുതുകിലോ കനത്ത ഭാരമുള്ള കല്ല് വെച്ച് മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തും. വീട്ടിലെ പുരുഷന്മാർ കരമൊടുക്കാൻ കഴിയാതെ ഒളിവിൽ പോയാൽ വീട്ടിലെ സ്ത്രീകളെയാണ് നികുതി ഉദ്യോഗസ്ഥർ വേട്ടയാടിയിരുന്നത്. സ്ത്രീകളുടെ മുടിയിൽ വലിയ ഉരലുകൾ കെട്ടിത്തൂക്കുക, പുറത്ത് കല്ലുവെച്ച് കുനിച്ചു നിർത്തുക, പുളിയില കലക്കിയ വെള്ളം കുടിപ്പിക്കുക തുടങ്ങിയ അതിക്രമങ്ങൾ സർവ്വസാധാരണമായിരുന്നു. ഈ അടിച്ചമർത്തലുകൾക്കെതിരെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ചെറുത്തുനിൽപ്പുകളാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത്. ചേർത്തലയിൽ മുലക്കരത്തിനെതിരെ സ്വന്തം മാറിടം അറുത്തു നൽകിയ നങ്ങേലിയുടെ ത്യാഗവും ദക്ഷിണ തിരുവിതാംകൂറിൽ നാടാർ സ്ത്രീകൾ നടത്തിയ ചാന്നാർ ലഹള അഥവാ മാറുമറയ്ക്കൽ സമരവും ഈ വ്യവസ്ഥിതിയുടെ അടിത്തറയിളക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ മൺറോയുടെ ഭരണപരിഷ്കാരങ്ങളും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും തിരുവിതാംകൂറിലെ ഈ ക്രൂരമായ കരംപിരിവ് ശിക്ഷാരീതികൾക്ക് അയവ് വരുത്താൻ കാരണമായി. ഒടുവിൽ 1865 ചരിത്രപ്രസിദ്ധമായ വിളംബരങ്ങളിലൂടെയാണ് അടിമത്ത സമാനമായ ഊഴിയം വേലയും ശരീരഭാഗങ്ങൾക്ക് മേലുള്ള ക്രൂരമായ നികുതികളും നിയമപരമായി നിർത്തലാക്കപ്പെട്ടത്. ഇന്ന് നാം ചവിട്ടി നിൽക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാന മണ്ണ് പഴയ തിരുവിതാംകൂറിലെ ആ മനുഷ്യരുടെ വിയർപ്പിലും ചോരയിലും കുതിർന്നതാണെന്ന യാഥാർത്ഥ്യം ചരിത്രം എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. തിരുവിതാംകൂറിന് ധർമ്മരാജ്യം എന്ന് വിളിച്ചവൻ്റെ തലയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ അധർമ്മത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെയും രാജാവിനെയുമാണ് തിരുവനന്തപുരത്തുള്ള നായന്മാർ ഇപ്പോഴും പൊക്കിപ്പിടിച്ചു നടക്കുന്നത്. ജനാധിപത്യബോധമോ സ്വാതന്ത്ര്യബോധമോ ഒന്നുമില്ല. അവരിപ്പോൾ പഴയ ഭൃത്യന്മാരും ദാസന്മാരും തന്നെയാണ്.